നമസ്കാരം. നല്ലൊരു ഫിഷ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യമായി നമുക്ക് മീൻ പൊരിക്കുന്നതിനുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ക്രഷ് ചെയ്തെടുത്ത കുരുമുളക്, അത് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്. നാരങ്ങാനീരില്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്താൽ മതി, 1 ടേബിൾ സ്പൂൺ വെള്ളം, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് പോരാ. ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതിനായി 2-3 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. അത് ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർക്കേണ്ടതാണ്. ഇനി ഈ മസാല മീനിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ തിലാപ്പിയാണ് എടുത്തിരിക്കുന്നത്. മീനിന് മുകളിൽ കത്തി കൊണ്ട് വരയുന്നത് മസാല ഉള്ളിലേക്ക് പിടിക്കുന്നതിനായിട്ട് സഹായിക്കും. ഇങ്ങനെ മസാല തേച്ച് പിടിപ്പിച്ച മീൻ ഒരടപ്പ് ഉപയോഗിച്ച് അടച്ച ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാനായി ശ്രദ്ധിക്കുക. അങ്ങനെ 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് മീൻ പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ എണ്ണ കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനിൻ്റെ ഒരു സൈഡ് വേകാനായി 6 മുതൽ 7 മിനിറ്റ് വരെ എടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തത്. മീനിപ്പോൾ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-3 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. അല്പം ചെറിയുള്ളി ചതച്ചത് എണ്ണയിലേക്ക് ഇടുക. അല്പം ചതച്ച വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഈ 3 ഇൻഗ്രീഡിയൻസും മീൻ മറിച്ചിട്ടതിന് ശേഷമേ ഇട്ട് കൊടുക്കാവൂ. ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ ഈ 3 ഇൻഗ്രീഡിയൻസും ഒഴിവാക്കാതിരിക്കുക. ഇത് ചേർക്കുന്നതും ചേർക്കാത്തതും തമ്മിൽ ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ മീനിൻ്റെ രണ്ടാമത്തെ സൈഡും ഏകദേശം ഒരു 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മീനിനോടൊപ്പം തന്നെ ചൂടോടെ സെർവ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.